പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് ഈ പുതുവത്സരത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങയുടെ ശക്തിയാൽ നിറച്ച് അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയാൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് ഈ വർഷത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ജീവിത മേഖലകളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ വളരുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികൾ ഞങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. കർത്താവെ, ഞങ്ങളല്ല, അങ്ങ് ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പഠനം, ജോലി, അവരുടെ ഭാവി ജീവിതം, അവരുടെ നിയോഗങ്ങള്, അവരുടെ പ്രാർത്ഥനകള്, അവരുടെ ശരീരങ്ങള്, മനസ്സ്, ചിന്ത, വികാരം, ആസക്തി, അവരുടെ ബന്ധങ്ങള്, അവരുടെ സ്വഭാവം, എല്ലാ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ ശക്തിയും അവിടുത്തെ വലിയ കൃപയും അവിടുത്തെ വലിയ അഭിഷേകവും ഞങ്ങളുടെ മക്കൾക്ക് നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, പഠന മേഖലയില്, ജോലി മേഖലയില് ഞങ്ങളുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന പാപശക്തികൾ, രോഗശക്തികൾ, ശാപശക്തികൾ, പൈശാചിക ശക്തികൾ, എല്ലാ ബന്ധനങ്ങള്, അവന്റെ കെട്ടുകള്, അവന്റെ ആധിപത്യങ്ങള് ഈശോയെ അവിടുന്ന് അവസാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 3-ാം തീയതി ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വലിയ ഒരു നിയോഗം അങ്ങയുടെ കൃപയാൽ നിറച്ച്, അങ്ങയുടെ ശക്തിയാൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ ഒരു പുതിയ അഭിഷേകത്താൽ അങ്ങ് നിറയ്ക്കണം. ഇതുവരെ ഞങ്ങളുടെ മക്കളെ കീഴ്പ്പെടുത്തിയ ശക്തികൾ അങ്ങയുടെ കൃപാവരത്തിന്റെ ശക്തിയാൽ നിർവീര്യമാക്കിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയില്, അങ്ങയുടെ ജീവന സമൃദ്ധിയില് ഞങ്ങളുടെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ മക്കളുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിങ്കിലേക്ക് സമർപ്പിച്ച് നിശബ്ദമായി സമർപ്പിക്കാം. ഈശോ അല്ലാതെ നമുക്ക് ആരുമില്ല. ഈശോയെ, എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണം. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട വിമോചനം അങ്ങ് നൽകണം. അതിനെല്ലാം വേണ്ടി ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും അങ്ങ് തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഓരോ മക്കളുടെയും പേര് ചൊല്ലി ആ മക്കളെ സ്നേഹത്തോടെ കണ്ട് കർത്താവിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുക. എൻ്റെ മക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ നിയോഗങ്ങള്, നമ്മുടെ മക്കളുടെ അവസ്ഥകള്, എല്ലാത്തിനും പരിഹാരം നമ്മുടെ കർത്താവിന്റെ കൃപയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കും. ഇന്ന് നമ്മള് ഈ ഒരു വചനത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ, ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നമ്മൾ ഈ വചനം അവകാശപ്പെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പഠിക്കുന്ന മക്കള്, ജോലി ചെയ്യുന്ന മക്കള്, ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരനുഗ്രഹം കിട്ടാത്ത രീതിയിൽ എന്തൊക്കെയോ ബന്ധിച്ച് കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന മക്കൾ, ജോലി മേഖലയില് ഇന്റർവ്യൂ, ചില പരീക്ഷകള്, അല്ലെങ്കിൽ പല ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങള് എല്ലാം തടസ്സപ്പെട്ടു കിടക്കുന്ന മേഖല, ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ മേൽ ദൈവിക ശക്തി വ്യാപരിക്കണം. കർത്താവിന്റെ കൃപ
എന്തിനും ഏതിനും മതിയായതാണ് കർത്താവിന്റെ കൃപ. പൗലോസ്ലീഹായോട് ഈശോ പറഞ്ഞില്ലേ, ആ മുള്ളെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ കർത്താവ് എന്താ പറഞ്ഞേ? നിനക്ക് എന്റെ കൃപ മതി, എന്റെ കൃപ മതി. പ്രിയപ്പെട്ട മക്കളെ, കൃപയുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമാണ്. അവിടെ നമ്മുടെ മക്കളുടെ ചില മുറിവുകള്, ചില രോഗങ്ങള്, ചില ദുശീലങ്ങള്, ഈ ദിവസങ്ങളൊക്കെ ആ കൃപാഭിഷേകത്താല്, ശക്തീകരണത്താല്, ജീവന സമൃദ്ധിയാല്, ദൈവൈക്യത്തിലും കൃപാജീവിതത്തിലും നമ്മുടെ മക്കൾ അറിയപ്പെടാൻ വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ വചനം അവകാശപ്പെട്ട് ഈശോയെ അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയുടെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും, ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ മക്കളും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചത്. ആ കൃപ മക്കൾക്ക് വേണ്ടി നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ വന്നത് കൃപാദാതാവായിട്ടാണ്. ഈശോ വന്നത് കൃപ തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കർത്താവിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ ഈശോ എപ്പോഴും സന്നദ്ധനാണല്ലോ. അതിനാണല്ലോ ഈശോ ദിവ്യകാരുണ്യമായിട്ട് മക്കളെ നമ്മുടെ മധ്യ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരെയും കർത്താവിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്ന കൃപ അത് ഞങ്ങളുടെ മക്കൾക്ക് നൽകണം, ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ഒരു വലിയ ആഗ്രഹത്തോടെ, ഒരു വലിയ വചനത്തോടെ ആ വലിയ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ആ വചനത്തിൽ തന്നെ അവകാശപ്പെട്ടുകൊണ്ട് ദിവ്യകാര സന്നിധിയില് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, ദിവ്യാനീശോയെ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കള്, നിസ്സഹായതയിൽ കഴിയുന്ന മക്കള്, രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കള്, ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ആഗ്രഹിച്ചത് കിട്ടാതെ ഒത്തിരി വേദനിക്കുന്ന മക്കള് ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് ഒത്തിരിയേറെ തടസ്സങ്ങൾ അവരാഗ്രഹിക്കുന്നുണ്ട്, അവർ പരിശ്രമിക്കുന്നുണ്ട്, പലതും അതിനുവേണ്ടി അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഒന്നും കിട്ടാത്ത രീതിയിൽ എന്ന പോലെ വേദനിക്കുന്ന മക്കള്. കർത്താവെ, ഞങ്ങളുടെ മക്കളോട് അവിടുന്ന് കരുണയായിരിക്കണം. ഈശോ, അങ്ങയുടെ മക്കളാണ്, അങ്ങ് ഞങ്ങൾക്ക് തന്ന ദാനമായി തന്ന മക്കളാണ്. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് കർത്താവ് ഇന്ന് യോഹന്നാൻ 1:16 വാഗ്ദാനം, ആ വലിയ വചനം ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൂർണ്ണതയിൽ നിന്ന് ഞങ്ങൾ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞില്ലേ കർത്താവ്? ഇന്ന് ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഓരോ മക്കളെയും പേര് പറഞ്ഞ് കർത്താവിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചേ. എല്ലാവരും കർത്താവെ, മക്കളെല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളെല്ലാവരെയും കർത്താവ്, എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും, കാർമൽ യൂത്ത് വേഴ്സിലുള്ള മക്കളെ പ്രത്യേകിച്ചും കർത്താവ്, എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ യുവമക്കളെയും സമർപ്പിക്കുന്നു. കർത്താവ്, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രിയപ്പെട്ട മക്കള്, ഏതെല്ലാം മക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാവരെയും സ്നേഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെട്ടിരിക്കുന്നു. അത്ഭുത ശക്തിയാൽ കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. അങ്ങയുടെ കൃപയാൽ നിനക്കെന്റെ കൃപ മതി എന്ന് പറഞ്ഞ കർത്താവേ, ആ കൃപയാൽ പരിഹരിക്കണമേ, എടുത്തു മാറ്റണമേ തടസ്സങ്ങള്, ബന്ധനങ്ങള്, രോഗങ്ങള്, കർത്താവേ, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, കർത്താവേ, തോൽവികള്, എല്ലാ പരാജയങ്ങള്, നിരാശ, കുറ്റബോധം, ജനിക പാപങ്ങള് കൃപയാൽ 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 എടുത്തു മാറ്റിക്കൊണ്ട് അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ മക്കൾ നിറയ്ക്കണമേ. സ്വയം നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ 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 കൃപ. സ്വയം നന്ദി, സ്വയം ആരാധന. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ.
നിങ്ങളുടെ കൃപയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്കായി ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ആ വലിയ കൃപ, ആ വലിയ ശക്തി, ആ വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കളിൽ നിറയപ്പെടുകയും ആ കൃപയാൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കൾ ബലം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ കൃപാവര സമൃദ്ധിയാൽ കർത്താവേ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചു. കൃപയാൽ കർത്താവ് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ ആശീർവാദ സമയത്ത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ കൃപാവര സമൃദ്ധി നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകം പ്രാപിക്കാം, കൃപ സ്വീകരിക്കാം. മക്കളിൽ നിറയപ്പെടാൻ വേണ്ടി ഈ സമയം ഇതാ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപയാൽ നിറച്ച് കൃപയാൽ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ ബലം പ്രാപിക്കട്ടെ, കൃപയാൽ ശക്തി പ്രാപിക്കട്ടെ, കൃപയാൽ വിടുതൽ പ്രാപിക്കട്ടെ, കൃപയാൽ രക്ഷ പ്രാപിക്കട്ടെ. അത് ഞങ്ങൾ കാണട്ടെ, അത് ഞങ്ങൾ കാണട്ടെ. കർത്താവേ, കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങളുടെ കണ്ണുകൾക്ക്, ജീവിതങ്ങൾക്ക് നൽകണമേ. ഈശോയേ, ആമേൻ.